റിയൽമിയുടെ റിയൽമി 15 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 26,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് വില ഇത്രയും കൂടും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 15 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം ഈ ഒരു ഫോണിൽ വരുന്ന കുറച്ച് നല്ല ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസ്പ്ലേ ആണ്. ഇപ്പം ഇതിൽ 6.8 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്. അമുലിലെ ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ഭാഗത്തും ചെറിയ കർവേച്ചറൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. 2500 ഹെർട്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കൂടിയ 4608 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വളരെ കൂടിയ 6500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ നല്ലതായിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് 7000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡാണ്. ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജറും കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ബാറ്ററി സെറ്റപ്പും നല്ലൊരു ബാറ്ററി സെറ്റപ്പാണ് എന്ന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ വെയിറ്റ് 187 ഗ്രാമേ വരുന്നുള്ളൂ. അപ്പം ഇത്രയും കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിട്ടും വെയിറ്റ് 187 ഗ്രാമിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിക്നെസ് 7.66 mm ആണ് വരുന്നത്. അപ്പോൾ തിക്നെസ്സും അത്യാവശ്യം കുറവായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ IP66, 68 അതുപോലെ തന്നെ 69 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇനി നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300+ എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇപ്പം ഈ ഒരു 26,000 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഇത്. 20,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇത്. ഇപ്പം അടുത്ത് iQOO Z10 R5G എന്നൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വില 20,000 രൂപയ്ക്ക് താഴെയാണ് വരുന്നത്. എന്നാൽ അതിലാണെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7400 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അതിലും നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഡിസ്പ്ലേയിൽ ലഭിക്കുന്നുണ്ട്. അപ്പം പ്രോസസ്സർ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ പെർഫോമൻസ്, ഗെയിമിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യുക. കാരണം ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ Snapdragon 8s Gen 3 അതുപോലെ തന്നെ MediaTek Dimensity 8400 എന്നീ പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രോസസ്സർ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ 5G സപ്പോർട്ട് ഉണ്ട്. 9 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ LPDDR4Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 14GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ വെട്ടം നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ വരുന്നത് 7000 mm² ആണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് Sony IMX882ൻ്റെ സെൻസറാണ്. വോയിസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. രണ്ടാമത് 8 MP f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 50 MP f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ആവറേജ് ആയിട്ടുള്ള തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രോസസ്സർ കുറച്ച് വീക്കായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യാമറയിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർക്ക് കൊണ്ടുവരായിരുന്നു. പ്രത്യേകിച്ച് ഒരു ടെലിഫോട്ടോ ലെൻസ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്യായിരുന്നു. അതും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ജസ്റ്റ് ഒരു തിരക്കില്ലാത്ത മെയിൻ ക്യാമറ സെൻസറും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസൊക്കെ കൊടുത്തിട്ടുള്ളൂ. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടെലിഫോട്ടോ ലെൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിനെ, പ്രത്യേകിച്ച് പ്രോസസ്സർ ഇതായതുകൊണ്ട്. എന്തായാലും ഇത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ് എന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അത്ര പ്രോസസ്സർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ് എന്നും പറയാൻ പറ്റില്ല. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും വരുന്നുണ്ട്, നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു ഫോണിൻ്റെ വെൽവെറ്റ് ഗ്രീൻ, ഫ്ലോയിങ് സിൽവർ, അതുപോലെ തന്നെ സിൽക്ക് പിങ്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ 8GB RAM 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 25,999 രൂപയാണ്. 8GB RAM 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 27,999 രൂപയാണ്. 12GB RAM 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 30,999 രൂപയാണ്. ജൂലൈ 30 മുതലാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ ചില ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്, 2000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ എനിക്ക് അത്ര മികച്ചൊരു ഫോണായിട്ട് പേഴ്സണലി തോന്നിയിട്ടില്ല. ശരിയാണ്, നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ബാറ്ററി സെറ്റപ്പും ഉണ്ട്. പക്ഷേ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല. ഇനി പ്രോസസ്സർ കുറച്ച് വീക്കാക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണായിട്ട് ഇറക്കാറുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് ഒരു ടെലിഫോട്ടോ ലെൻസ് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പം ഇതിൽ കോഡ് കൗഡ് ഡിസ്പ്ലേയും നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട് എന്നേ ഉള്ളൂ. മൊത്തത്തിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഇപ്പം കോഡ് കൗഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. എന്തായാലും പ്രൈസിങ് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.